ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ കുറച്ച് ഡേയ്സിന് ശേഷം ഞാനിതാ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിട്ട് വന്നിട്ടാണ് കേട്ടോ. എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടില്ല, പക്ഷേ എന്നാലും ഏറെക്കുറെയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളിലെ ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കലക്കി പറഞ്ഞ ദോശയാണ് കേട്ടോ. നമ്മളിവിടെ ദോശ എന്ന് പറയുമ്പോൾ ചിലർ സീയപ്പം എന്നൊക്കെ പറയില്ലേ, അതിന് ഒഴിക്കുമ്പോൾ സി എന്നുള്ള ശബ്ദം കൊണ്ടായിരിക്കും സീയപ്പം എന്ന് പറയുന്നുണ്ടാവുക. നമ്മൾ ദോശ എന്നിട്ട് പറയാം, ഇത് നമ്മളെ ദേശീയ കടിയെന്ന് പറഞ്ഞ് ഞാൻ പ്രഖ്യാപിക്കും. എൻ്റെ ഇക്കുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇക്കു നാട്ടിലുള്ളപ്പോൾ മിക്ക ദിവസവും എന്താ കടിയുണ്ട്, ദോശയും മീൻ കറിയും ഇക്കുൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ ഇതാ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അതിന് കറി കൂടെ തലേ ദിവസം മീൻ കറി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മടിച്ചിപ്പാറ് വാവാച്ചിക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയാണ് കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് കുറച്ച് തണുപ്പുണ്ടല്ലോ രാവിലെ. പകൽ ഭയങ്കര ചൂടാണ്, പക്ഷേ ആ രാവിലത്തെ തണുപ്പ് കാരണം കുറച്ച് മടി കൂടിയിട്ടുണ്ട് കേട്ടോ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് സ്കൂൾ ഉണ്ടാന്ന് ചോദിക്കാം, ഇന്നെന്ന് വെച്ചാൽ നാളെ കണ്ടു തലേ ദിവസം ചോദിക്കാം. രാവിലെ കുറച്ച് ചെറിയൊരു കരച്ചിലും പിരിച്ചിട്ടുണ്ടാവും, പക്ഷേ എൻ്റെ അടുത്ത് ആ പരിപ്പൊന്നും വേവില്ല, അതുകൊണ്ട് പിന്നെ അവൾ വേഗം ഓടും. അപ്പോൾ നമ്മളിതാ ഇന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കറിൻ്റെ മുട്ട റോസ്റ്റില്ലേ, എങ്ങനെ ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്യാത്തവർ കുറവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ആദ്യം ഉള്ളിയും തക്കാളിയും ഒന്ന് വെളിച്ചെണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കും കേട്ടോ. കുറച്ച് ഉപ്പിടും. എന്നിട്ട് പിന്നെ ഇതാ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ ജസ്റ്റ് അങ്ങനെ ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ വെച്ചിട്ട് അങ്ങനെ വഴറ്റില്ല ചെയ്യുക. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റി വരും ചെയ്യും, ഒന്ന് വെന്ത് കിട്ടും ചെയ്യും, നല്ല ടേസ്റ്റാണ് കേട്ടോ. ആദ്യം ചട്ടി നല്ല ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. അപ്പോൾ അതിൻ്റെ ഫ്ലെയിം കൊണ്ട് ഓഫ് ചെയ്യും കേട്ടോ. ഗ്യാസ് കൊണ്ട് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട്. ഞാൻ ഇന്ന് മാറിയിട്ടിട്ട് കേട്ടോ. കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ നമ്മളുടെ മുളക് പൊടിയുടെ എരിവ് അനുസരിച്ചിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി കാശ്മീർ മുളക് പൊടി ആണെങ്കിൽ 2 ഇടാം. കാശ്മീർ അല്ല, സാധാ മുളക് പൊടിയാണ്, പക്ഷേ കളറും ഉണ്ട്, അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. പിന്നെ പാകത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ചൂടായ എണ്ണയിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുക കേട്ടോ. അതായത് നമ്മൾ ഗ്യാസ് ഫ്ലെയിം ഓഫാണ്, കാരണം മുളക് പൊടി കരിയാൻ പാടില്ല. എണ്ണിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഉള്ളിയും തക്കാളിയും പച്ചമുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി. കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടോ വേവിച്ചിട്ടുള്ളത്. കുക്കറിൻ്റെ വിസിലാണെങ്കിൽ ഒറ്റ വിസിൽ മതി. ഞാൻ വിസിൽ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളതിൽ ഇടയ്ക്ക് പുട്ടുണ്ടാക്കുക, അതുകൊണ്ടാണ്. അങ്ങനെ ഇത് നമ്മൾ ഈ ഒരു മസാലപ്പൊടികളൊക്കെ വെളിച്ചെണ്ണ ആയിട്ടില്ല. അപ്പോൾ അതായത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ഉള്ളിയും തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളത്തോടക്കനെ ഒഴിച്ചുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളം മതി, ഒരുപാട് വെള്ളം നോവരുത് കേട്ടോ. 2 പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ പച്ചമുളക് അതിൽ അരിഞ്ഞിടാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിലിടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഫ്ലെയിമിൽ ഉണ്ടല്ലോ, പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഫ്ലെയിമിൽ ഈ വെള്ളം വറ്റിയിട്ട് അത് വരെ വറ്റി കൊടുക്കുക. ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട്, പിന്നെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ടേസ്റ്റ് ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ തന്നെ ചിക്കൻ കറി വെക്കണം ഒക്കെ ചെയ്ത് നോക്കിയാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യണ്ട, ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എളുപ്പപ്പണിയാണ് മീൻസ് ചിലപ്പോൾ തോന്നും ചട്ടി വെച്ചിട്ട് അതിൽ ഇങ്ങനെ, അപ്പോൾ കുറേ നേരം ഉള്ളി വഴറ്റണ്ടേ. എന്താ ഇനൂസ് എണീറ്റ് വന്നിട്ട് ഓനക്ക് ദോശയും മീൻ കറി, ഇക്കുവിൻ്റെ പിൻഗാമിയാണ് കേട്ടോ ദോശയും മീൻ കറി. പിന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ള ടിഫിനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനൂസിന് ചോറും കറിയും വേണം. വാവാച്ചിക്ക് ഫുള്ള് സ്നാക്സാണ്, മീൻസ് സ്നാക്സാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. സ്നാക്സിനുള്ള ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊണ്ടുപോവുക. അപ്പോൾ ഇതാ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഗ്യാസ് കുറച്ച് ഫ്ലെയിം കൂടുതൽ, ഇപ്പോൾ ചെറിയ തീയിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക വെച്ചാൽ നമ്മളുടെ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ടയുടെ തൊണ്ട് കളഞ്ഞിട്ട് അത് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്നായിട്ടോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ പീസൊക്കെ കേട്ടോ വയ്ക്കാം. അങ്ങനെ അതിൻ്റെ മുകളിൽ നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ, ഉപ്പ് പാകത്തിനുണ്ടോ നോക്കുക. എരിവൊക്കെ നോക്കിയിട്ട് മുകളിൽ നമ്മൾ കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് കുരുമുളക് പൊടി നേരത്തെ വെളിച്ചെണ്ണ ഫ്രൈ ആക്കേണ്ട, ഇതിലിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കറിവേപ്പില കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മല്ലിയില ഉണ്ടെങ്കിൽ ലാസ്റ്റ് മല്ലിയില ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ആക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നമ്മളുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് തലേ ദിവസത്തെ മീൻ കറി ഉണ്ട് കേട്ടോ. പിന്നെ ഈ ദോശയുടെ കൂടെ തലേ ദിവസം മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചൂടാക്കി രാവിലെ കഴിക്കും കേട്ടോ. ഒരു പ്രത്യേക തരം ടേസ്റ്റ്. അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളുടെ സ്പെഷ്യൽ ദേശീയ കടി നമ്മളുടെ ദോശ കേട്ടോ.
അങ്ങനെ എൻ്റെ മടിച്ചിപ്പാറയായിട്ടുള്ള എൻ്റെ ഇവാനക്കുട്ടിയുടെ മടിയെല്ലാം മാറ്റിയിട്ട് ഇതാ ഇവാന എൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. സ്കൂളിൽ പോകാൻ നല്ല ഹാപ്പി ആയിട്ട് വരുന്നുണ്ട്. 2 യൂണിഫോം ഉണ്ട് കേട്ടോ അവർക്ക്. ഇത് വെനസ്ഡേ യൂണിഫോമാണ് വരെ, പിന്നെ വേറെ യൂണിഫോം മറ്റേതും കാണിച്ചിട്ടുണ്ട്. 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ചില ദിവസം ഓരോ മൂഡാണ്. ചില ദിവസം ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ നമ്മൾ പോകാൻ സമയം കഴിഞ്ഞാൽ പിന്നെ ആൾ ഓണായി നല്ല ഹാപ്പി ആയിട്ട് നിൽക്കും കേട്ടോ. നല്ല അടിപൊളി നിൽക്കും. അതല്ലെങ്കിൽ ആൾ മൂഡ് മൊത്തത്തിൽ മാറിക്കിട്ടും. പിന്നെ അതുപോലെ കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു എന്താണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്, ഡേ ഇൻ മൈ ലൈഫ് കുറേ ആയിക്കണല്ലോ. അപ്പോൾ കുറച്ച് പേര് റിക്വസ്റ്റ് പറയാറുണ്ട് ഞാനിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണത് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാൽ ചില സമയത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കുറച്ച് മടി പിടിച്ചിട്ടാണ് കേട്ടോ അതൊരു വീഡിയോസ് ഒന്നും ചെയ്യാതെ എന്നിട്ട് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറേ പേര് കാണാത്തവരും ഉണ്ട്, ചിലവർ ചോദിക്കാറുണ്ട് ഇപ്പോൾ വീഡിയോ ഇടലേ ഇല്ല, നല്ല രസമുണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോ കാണാനൊക്കെയാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഒരു മനുഷ്യൻ കാണാനുണ്ടാവില്ല, പക്ഷേ വീഡിയോ ഇടാതിരുന്നാൽ പറയും നല്ല രസമുണ്ടായിരുന്നു. ടോട്ടലി എന്താ ചെയ്യേണ്ടത് സത്യമാണ്, ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. എന്നാലും വേണ്ടില്ല വെച്ചിട്ട് വീഡിയോ ഇഷ്ടമാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വീഡിയോസ് ചെയ്യും. പിന്നെ ഇനൂസിനും വാവാച്ചിക്കും ഭയങ്കര ഇഷ്ടമാണ് ചില സമയങ്ങളിൽ. അപ്പോൾ ഇനൂസ് നല്ല വീഡിയോസൊക്കെ എടുത്തരും, വാവാച്ചിക്കുട്ടിയും നല്ല മൂഡിൽ നിൽക്കും. ചിലപ്പോൾ രണ്ടാളും 2 വൈക്കായി നിൽക്കണ പോലെ നിൽക്കും. അപ്പോൾ എനിക്ക് തീരെ മൂടുണ്ടാവില്ല. അങ്ങനെ ഇതാ സംസാരിച്ചുകൊണ്ട് ഇന്ന് ബസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബസ് ഇവിടെ എത്താനായി കഴിഞ്ഞാൽ ഇനൂസിന് ഒരു വെപ്രാളും ബേജാറും ഒക്കെ കേട്ടോ. അതുവരെ വലിയ കുഴപ്പമുണ്ടാവില്ല. ബസ്സിൻ്റെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഭയങ്കര ഒരു ചാടിക്കളിയും ഇതൊക്കെയാണ്. അവരെന്താളും പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നെക്സ്റ്റ് ഡ്യൂട്ടി എന്താ വെച്ചാൽ വന്നിട്ട് ആദ്യം സിറ്റ് ഔട്ട് ഒന്ന് അടിച്ചു വരി തുടക്കും. എല്ലാ ദിവസവും നമ്മൾ തുടക്കില്ല, 1-2 വെച്ചിട്ട് തുടക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പൊടി പാറുന്നില്ല, പൊടി പാറുന്ന സമയം നമ്മൾ ദിവസം തുടക്കും. പിന്നെ അതുപോലെ തന്നെ കുറേ കുട്ടികൾ ചോദിച്ചിരുന്നു വീടിൻ്റെ പണി എന്തായിക്കണേ, വർക്ക് നടക്കണം. ഇപ്പോൾ വർക്കൊന്നും നടക്കണില്ല കേട്ടോ. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പണി ഉള്ളത്. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയുണ്ട്. ഇപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര നല്ല കാറ്റും ചെറിയ തണുപ്പൊക്കെ കേട്ടോ. ഒരുപാടൊന്നും പറയാനില്ല, പക്ഷേ വെയിലടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണേനും. അപ്പോൾ ഇതാ ഫസ്റ്റ് ക്ലീനിങ്ങിൻ്റെ പണിയിലാണ്. കുറച്ച് ആദ്യം സിറ്റ് ഔട്ടും എല്ലായിടത്തൊക്കെ ഒന്ന് അടിച്ചു വാരിയിടും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി എന്നിട്ട് നമ്മൾ ചായ കുടിക്കാനുള്ള പരിപാടിയായിട്ട് നെക്സ്റ്റ് ചെയ്യാം. ചായ കുടിക്കാൻ പോകുന്നതിന് മുന്നേ പുതിയൊരു സംഭവം കൂടി കാണിച്ചിട്ടായിട്ട് നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ പുതിയ വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട് കേട്ടോ. പുതിയ ഫുൾ ഓട്ടോമാറ്റിക്കിൻ്റെ ബോഷിനെ മുന്നുണ്ടായിരുന്നു ഫെമി ഓട്ടോമാറ്റിക് ആയിരുന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അലക്കി സത്യം പറഞ്ഞാൽ അതിൻ്റെ മോട്ടർ കേടായി പോയി. പിന്നെ പെട്ടെന്നൊരു സെറ്റ് പണി കിട്ടിയത് നമ്മളെ വാഷിംഗ് മെഷീൻ പെട്ടെന്നൊരു ദിവസമാണ് സ്റ്റക്കായി. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ കല്ലിൽ കൊണ്ടുപോയി തിരുമ്മി എടുത്തു. അങ്ങനെ ഇതാ പുതിയ വാഷിംഗ് മെഷീനിൽ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ തലേ ദിവസം ടെക്നീഷ്യൻ വന്ന് പറഞ്ഞു കൊടുത്ത് പോയിട്ട് ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ വീട്ടിലുണ്ട് ഈ സെയിം വാഷിംഗ് മെഷീൻ. അതുകൊണ്ട് ആ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഇതിമൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കിട്ടോ. അത് സക്സസ് ആയി. ഇത് ബോഷ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് കേട്ടോ. നല്ല മെഷീൻ തന്നെയാണ്. അപ്പോൾ നമ്മളതിലേക്ക് നല്ല സുഖമാണല്ലേ, നമ്മളതിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അലക്കി ഊരി പിന്നെ ഇതിൽ ഇങ്ങനെ സോക്ക് ചെയ്യാനുള്ളൊരു ഇതുണ്ട് കേട്ടോ. പൊത്തി വെക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. 1 മണിക്കൂർ എടുത്ത് ടൈമിംഗ് കാണിക്കുന്നുണ്ട്. 15 മിനിറ്റ്സ് സോക്ക് ചെയ്യാനുള്ള കാരണമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോകണം. പിന്നെ നമ്മൾ പറമ്പിൽ നിന്ന് പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറമ്പൊക്കെ ഒന്ന് കുത്തി കളിച്ച് മറിച്ചിടുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചിറ്റപ്പൻ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലെ പണിക്ക് ആളാണ് ചിറ്റപ്പൻ എന്നായിട്ട് എല്ലാവരും വിളിക്കുക. പിന്നെ നമ്മളുടെ എൻ്റെ നെഫുഹനയുടെ കൊറിയർ അയക്കാനുണ്ട്. അപ്പോൾ കൊറിയർ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അയക്കാൻ വേണ്ടിയിട്ട് ഇതാക്കാം കേട്ടോ. അഡ്രസ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ വരും, കൊറിയറിൻ്റെ ആൾ കൊണ്ടും. ഇപ്പോഴും ഹെന്ന ബിസിനസ്സൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പേര് ചോദിച്ചിരുന്നു ഇപ്പോഴും ഹെന്ന ബിസിനസ്സൊന്നും ചെയ്യുന്നില്ലേന്ന്. ഹെന്ന ബിസിനസ് ഉണ്ട്, പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഹെർബൽ സോപ്പിൻ്റെയും ഷാമ്പൂവിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു കുർത്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വീട്ടിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഓഫീസ് വെയറും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. കോളേജ് സ്റ്റുഡൻസിനൊക്കെ യൂസ് ആക്കാൻ പറ്റും കേട്ടോ. ഇത് വന്നിട്ട് പ്രൈസ് വരുന്നത് ഒരു 450 താഴെയാണ് കേട്ടോ. 449 ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. നല്ല കംഫർട്ടായിട്ടുള്ളൊരു ക്ലോത്ത് തന്നെയാണ് കേട്ടോ. കോട്ടണിലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ റീൽസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ നെഫു ഫുഡ് ആൻഡ് ഫാഷൻ എന്നുള്ള പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഫുള്ളി കോട്ടൺ ആയിട്ടാണ് വരുന്നത്.
പിന്നെ ഈ ഒരു പ്രൈസിന് വേർത്തിയാണ് കേട്ടോ. ടോപ്പും പാൻറ്റും വരുന്നുണ്ട്. ദുപ്പട്ട ഇല്ല, ദുപ്പട്ട നമ്മളെ കയ്യിലുള്ള ഏകദേശം ഇതാക്കാം. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. നല്ല നമ്മൾ പിക്കിൽ കാണുന്ന പോലെ തന്നെ ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ പ്രിൻസ് ഈ ഫ്ലോറൽ പ്രിൻ്റ് ഉണ്ടല്ലോ, അത് കുറച്ച് വലിയ പ്രിൻ്റാണ്. എന്നാലും നമുക്ക് ഡെയിലി ഇങ്ങനെ കാഷ്വൽ വെയർ പുറത്തൊക്കെ അറ്റ്ലീസ്റ്റ് ഒന്ന് പോകുമ്പോഴും അതുപോലെ നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോഴാം, അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോഴാം, ചൂട് സമയത്തൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ സൈസ് എക്സലാണ് വരുന്നത്. എക്സലാട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊടുക്കുന്നുണ്ട്. ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എൻ്റെ കോഴ്സ് ചെയ്തിട്ട് ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വർക്ക് ഫ്രം ഹോം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളും പിന്നെ അതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, നല്ലൊരു ഡേ ആയിരുന്നു. ഇനി നെക്സ്റ്റ് മക്കൾ സ്കൂളിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പുറത്തൊക്കെയാണ്. വാവാച്ചിക്കുട്ടി പോയ പോലെയല്ല, വരുമ്പോൾ നല്ല ഹാപ്പി കേട്ടോ വരും. അതുപോലെയാണ് കേട്ടോ. ആ ഹാപ്പിനെസ്സിന് കണ്ടാൽ അറിയാം. കാരണം എന്താ വെച്ചാൽ നെക്സ്റ്റ് ഡേ അവൾക്ക് മാത്രമേ സ്കൂളില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഷീനൂസിന് ക്ലാസ് ഉണ്ട്. അങ്ങനെ ഒരു വന്നതിന് ശേഷം കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മളിതാ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. നമ്മളെല്ലാവരും കൂടി പുറത്ത് എവിടെയാണ് പോകുന്നത് വെച്ചാൽ നമ്മളിവിടെ പൊന്നാനിയിൽ കുണ്ടടവ് ജംഗ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട് പൊന്നാനി അല്ല, കറക്റ്റ് എടപ്പാൾ ബിയത്തിലാണ് കേട്ടോ. അവിടുന്ന് കുണ്ടടവ് ജംഗ്ഷനിൽ ഒരു ലാഭമേള എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ട്. ഒരു സ്റ്റോളൊക്കെ ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. മീൻസ് ചെരുപ്പും ഡ്രസ്സും എല്ലാം ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും വീട്ടിൽ കല്ലറ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ബാബി കാക്കിയും ഞാനും വാവാച്ചിയും ഇനൂസും ഉണ്ട് കേട്ടോ. പിന്നെ ചിപ്പും ഉണ്ട്. അങ്ങനെ നമ്മളിതാ ഒരു 5 മണി 5:30 കഴിക്കണം. ആ സമയത്ത് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല തിരക്കുണ്ടാവുന്ന പറയാം. നല്ല തിരക്കും ബ്ലോക്കൊക്കെ പുറത്തുണ്ട്. പക്ഷേ ഉള്ളിൽ ചില ഏരിയസിൽ കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒരു കൂടി നിൽക്കുക. ചില ഭാഗങ്ങൾ അവിടെ മാത്രമേ തിരക്കാണുള്ളൂ, ബാക്കിയുള്ള കുറവുണ്ട്. ഇവിടെ 49 രൂപ മുതൽ 100 രൂപ വരെ, 200 രൂപ അടുത്ത് വരെ ഉണ്ട് കേട്ടോ. ചപ്പലൊക്കെ നോക്കിയെടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. കുട്ടികൾക്ക് വീട്ടിലിടാൻ പറ്റിയിട്ടുള്ള 100 രൂപയുടെയൊക്കെ നല്ല ചെരുപ്പുകളുണ്ട്. വലിയോരതും ഉണ്ട് കേട്ടോ. ഷൂവും ചെരുപ്പൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ. വാവാച്ചിക്കുട്ടി ഒരു പിങ്ക് ഫാനായ കാരണം വെറും പിങ്കുമൊക്കെ നോക്കിയത്. പിന്നെ അതുപോലെ നല്ല ബക്കറ്റ്സ്, നമ്മൾ പൊടികളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയുള്ള നല്ല ബക്കറ്റും ഒക്കെ ഉള്ള അതൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. 49 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ടർക്കി ബെഡ്ഷീറ്റൊക്കെ ചിലതൊക്കെ നമ്മൾ ക്വാളിറ്റി നോക്കിയിട്ടെടുക്കണം. പിന്നെ കുർത്ത ടോപ്സൊക്കെ ഉണ്ട്. പക്ഷേ കുർത്ത ടോപ്പൊക്കെ ഒരു ഇടലിന് ഉണ്ട് എന്ന് പറയാനില്ല. പിന്നെ ചിലതൊക്കെ വളരെ ഫാബ്രിക്ക് അത്ര നല്ല എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ചില ഫാബ്രിക് കുഴപ്പമില്ല. പിന്നെ ചെറിയ സ്റ്റൂള് അങ്ങനത്തെ ചെറിയ ഐറ്റംസൊക്കെ ചിലതൊക്കെ ഉണ്ടല്ലോ. ഇതെന്താ വെച്ചാൽ ഒരുപാട് ചവിട്ടി ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള ചവിട്ടികൾ. ചവിട്ടി ചിലത് 200 രൂപ ഉണ്ട്, ചിലത് 50 രൂപ ഉണ്ട്, 100 രൂപ. അപ്പോൾ നമ്മൾ കുറച്ച് ചവിട്ടി, നമ്മൾ സത്യം പറഞ്ഞാൽ ചവിട്ടി പർച്ചേസ് ചെയ്യാനായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് അധികം ചവിട്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഹെന്നൊക്കെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ബാക്ക്ഗ്രൗണ്ടാക്കി വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല നല്ല ഭംഗിയുള്ള ചവിട്ടീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചവിട്ടി നമ്മൾ നോക്കിയെടുക്കണേ. എടുക്കുമ്പോൾ അതേപോലെ ഡാമേജ് പീസ് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നോക്കിയിട്ട് എടുക്കണം. കാരണം മുകളിൽ അടിയിൽ ഇങ്ങനെ അട്ടിട്ടുണ്ടല്ലോ. പിന്നെ നല്ല ഭംഗിയുള്ള ഭരണി ഉണ്ട് കേട്ടോ. ഇങ്ങനെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ചില സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള അച്ചാറിട്ടേക്കാനും ഉപ്പിലിട്ടേക്കാനും പിന്നെ നമ്മളിപ്പോൾ മുളക് പൊടി അങ്ങനത്തെ ഒക്കെ ഇട്ടേക്കാനുള്ള ഇത്. പിന്നെ നല്ല ചെടിച്ചട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സാധനങ്ങൾ. അതിനപ്പോൾ നേരത്തെ പറയാൻ വിട്ടുപോയി. അങ്ങനെ നമ്മളിതൊക്കെ മേടിച്ച് ബില്ല് ചെയ്യാൻ സമയത്ത് നമ്മൾ ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കണ്ടായിട്ട് ഒരാൾ വീൽ ചെയറിൽ നിന്നിട്ട് അത്ര ഇതൊക്കെ വിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പെർഫ്യൂമായിട്ടോ കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇക്കും എപ്പോഴും പറയും അത്ര ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇക്കും ഇഷ്ടപ്പെട്ട കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ. അത് ചോദിച്ചപ്പോൾ അതിൽ 1-2 അവരുടെ അടുത്തുണ്ട്. അവർ തന്നു. ശരിക്കും ഇങ്ങനത്തെ ഒരിടത്തുനിന്നൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ അവർക്കും നല്ലൊരു സെയിലാണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ബിസിനസ് ചെയ്യണം, മീൻസ് ഇങ്ങനത്തെ ഇതുള്ളവർ ബിസിനസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര തോന്നും കേട്ടോ. കാരണം അവർ വെറുതെ ഇരിക്കുന്നില്ല, അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ എന്തെങ്കിലും നല്ല രീതിക്ക് ചെയ്തിട്ട് അവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ലേഡീസ് ആണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു 100 രൂപ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് വേറെ തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് അത്രയൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടുന്ന് പോകുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് മേടിച്ച പ്രോഡക്റ്റ്സ് ഒക്കെ കാണിച്ചത്തെ ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ, മുറങ്ങാണ്, ഒരു ഗോൾഡൻ കളർ. ഇത് ശരിക്കും നമ്മൾ പച്ചക്കറി ഇട്ടിട്ട് കട്ട് ചെയ്യാൻ നേരത്തെ എടുക്കാൻ മേടിച്ചതാണ്. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് അതിനൊന്നും തോന്നുന്നില്ല. ഞാൻ പറയും മെഹന്തി റോൾ ചെയ്യുമ്പോൾ എടുത്ത് വെക്കായിരുന്നു. പിന്നെ ഇതാ നമ്മൾ മേടിച്ചിട്ടൊരു ചവിട്ടി തട്ടോ, സിൽവർ ആൻഡ് വൈറ്റ്. വീഡിയോ കാണാനൊക്കെ നല്ല ഭംഗി നേരിട്ട്. പിന്നെ നല്ല റെഡ് ഡിഷ് മേടിച്ചിട്ടുണ്ട്. പിന്നെ സാധാ ചെടി. പിന്നെ നമ്മൾ ഓയിലൊക്കെ ഒഴിക്കൂലേ, അത് 150 ആണ് കേട്ടോ വരുന്നത്. ഓൺലൈനിലൊക്കെ കാണലുണ്ടല്ലോ, അത് 150 ആണ് വരുന്നത്. അതിങ്ങനെ ഓയിലും പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ആക്കാൻ വേണ്ടിയിട്ട് അത് 2 ബോട്ടിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ പാത്രങ്ങൾ ഐറ്റംസ് ഉണ്ടല്ലോ,
അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാസ്ക്കറ്റ് അങ്ങനെ സംഭവങ്ങൾ ചിലതൊക്കെ കേട്ടോ, ചിലതൊന്നും. പിന്നെ ഇതുപോലെ ബോക്സ് എനിക്ക് കൂടുതൽ ഹെന്നൊക്കെ ഫോക്കസ് ചെയ്തിട്ടോ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ വേണ്ടി സ്റ്റോറേജിന് വേണ്ടിയിട്ടും അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചവിട്ടികൾ ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളെ വീട്ടിൽ ചവിട്ടിയൊക്കെ കാശായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ റൗണ്ട് മാറ്റൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിട്ടോ, അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തതാണ്. പിന്നെ ഇനിമല്ല നോക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സാധനങ്ങളാണ്, നമുക്ക് അടുക്കളയിലൊക്കെ യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. അടുക്കളയൊക്കെ പെട്ടെന്ന് നാശമാവുമല്ലോ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നല്ല നോക്കിയിട്ട് എടുത്താൽ നല്ല സാധനങ്ങളുണ്ട്. തിരയണം. പിന്നെ തിരക്കുള്ള സമയങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും മൂടുണ്ടാവില്ല. പിന്നെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടവലൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ ടവലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് 1-2 പിന്നെ നമ്മൾ കുറേ സാധനങ്ങൾ നമ്മൾ മിസ് ചെയ്തു. കാരണം നമ്മൾ തിരക്ക് ചില ഏരിയയിലുമല്ല കുറച്ച് കൂടി നിൽക്കണ തിരക്കുണ്ട്. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം കേട്ടോ, പ്രത്യേകം പറയാൻ മറന്നു. ഉള്ളിലേക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. വാവാച്ചിക്കുട്ടി മേടിച്ചിട്ടുള്ള ടോൾക്കുള്ളത് ചെരുപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, പോക്കറ്റ് ബാഗൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ പണിയിലേക്ക് നടന്നു. പിന്നെ നെയിൽ കോൺസ് ഒക്കെ ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യാണ്. അപ്പോൾ കുറേ കൂട്ടുകാർക്ക് ഇപ്പോഴും അറിയാത്തവരുണ്ട് ഞാൻ ചെയ്യുന്ന ചെറിയ ബിസിനസ് എന്താണെന്നുള്ളത്. ഞാൻ ഹെന്ന ബിസിനസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഓർഗാനിക് ഹെന്ന, നെയിൽ കോൺ, ബ്ലാക്ക് ഹെന്ന ഒക്കെ ചെയ്യുന്നുണ്ട്. കൂടാതെ അതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും നിങ്ങൾക്കും ഈ ബിസിനസ് ചെയ്യാൻ പറ്റും, നിങ്ങളെ വീട്ടിൽ നിന്നിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം പേജ് നഫു ഹെന്നയിൽ മെസ്സേജ് ആക്കി കഴിഞ്ഞാൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കോൺസൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ വീഡിയോസ് ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസ് റൂമിലേക്ക് വന്നതാണ് കേട്ടോ. നമ്മൾ അക്വേറിയത്തിലുള്ള ഫിഷാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള 3 ക്യൂട്ടായിട്ടുള്ള 3 ഫിഷുകളുണ്ട്. ഇത് മറ്റേ ഫൈറ്ററും ഉണ്ട്, പിന്നെ ലേഡിയാണോ മെന്നാണോ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ 2 ഫൈറ്റേഴ്സും ഗോൾഡൻ ഫിഷൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്കും നെയിൽ കോണും ഓർഗാനിക് ഹെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയ പോക്കറ്റ് മണി എന്ന രീതിയിൽ ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾക്കും റീസെയിൽ ചെയ്യാൻ പറ്റും. ഞങ്ങൾ റീസെല്ലിനും കൊടുക്കേണ്ട, ഞങ്ങൾ സ്റ്റിക്കർ ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റിക്കറിൽ നിങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് ആയിട്ട് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കിയാൽ മതി. ഇനി ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ അടുക്കാനായല്ലോ, അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് റീസെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.